ജോലി കിട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ജാതകത്തിൽ നിന്ന് ചിന്തിക്കാം. അതിലെ തടസ്സങ്ങൾ ഗോചരം കൊണ്ട് ചിന്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഗോചരം എന്ന് പറയുന്നത് തത്കാല സ്ഥിതിയാണ്. ആ സമയത്ത് നമ്മുടെ ജോലി സംബന്ധമായ വിഷയങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഗോചരഫലം കൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ കൂടുതൽ അനുയോജ്യം. ഏത് രാശിക്കാർക്കാണ് സർക്കാർ ജോലിക്ക് സാധ്യത കൂടുതലെന്ന് പറയാം? അങ്ങനെ പറയാൻ പ്രയാസമാണ്. എന്നാൽ പോലും 10ാം ഭാവാധിപൻ്റെ രാശിയുമായിട്ടുള്ള ബന്ധം, ധനുരാശി, പിന്നെ വൃശ്ചികം, മേടം, ചിങ്ങം, ഈ 3 രാശിക്കാർക്ക് സർക്കാർ ജോലി കിട്ടാൻ ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിൽ സാധ്യത കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം മേടം രാശി കുജനാണ് അധിപൻ. ആ കുജനെ അധികാരമായിട്ട് ബന്ധമുണ്ട്. ചിങ്ങൻ രാശി സൂര്യനാണ് രാശിയാധിപൻ. ചിങ്ങൻ രാശിക്കും അധികാരമായിട്ട് ബന്ധമുണ്ട്. വൃശ്ചികൻ രാശി ചൊവ്വയുടെ രാശിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ചൊവ്വയ്ക്കും അധികാരമായിട്ട് ബന്ധമുണ്ട്. ചൊവ്വ അത് മാത്രമല്ല, ചൊവ്വ ഗ്രഹങ്ങളിൽ സൈന്യാധിപ സങ്കല്പമാണ് കൊടുത്തിട്ടുള്ളത്. സൈന്യാധിപൻ, അതെ. അപ്പോൾ അധികാരത്തെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ ജോലി നേടിയെടുക്കാൻ വളരെ പ്രയാസമാണല്ലോ. ശരിക്കൊരു യുദ്ധം തന്നെയാണല്ലോ സർക്കാർ ജോലി എന്ന് പറയുന്നത്, നേടിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ചൊവ്വ ബലവാനായിട്ടുള്ള ജാതകത്തിൽ അവർക്ക് കഠിനമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ചൊവ്വ കൊടുക്കും. അതുകൊണ്ട് മേടവും വൃശ്ചികവും കൂടി പരിഗണിക്കാം. പിന്നെ പരിപൂർണമായിട്ട് ഇത് മാത്രമല്ല, പ്രധാനമായിട്ട് ജാതകത്തിലെ കർമ്മസ്ഥാനം 10ാം ഭാവം, അതിനെക്കൊണ്ട് തന്നെയാണ് ജോലിയെ ചിന്തിക്കുന്നത്.